നമ്മൾ പലരും നത്തിങ്ങിൻ്റെ CMF ഫോൺ 1 എന്ന ഈ ഒരു ഫോൺ വാങ്ങിയവരും വാങ്ങാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം. 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ദ ബെസ്റ്റ് ഫോണെന്ന് ഞാൻ ഈ ഫോണിനെ പറയും. കാരണം ഈ ഒരു ഫോണിൽ വരുന്ന പ്രോസസ്സർ മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 7300 എന്ന ഒരു കിടിലൻ പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു കിടിലൻ ഡിസ്പ്ലേ ഫുൾ HD+ LED ഡിസ്പ്ലേ വിത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റോട് കൂടി ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ഒരു കിടിലൻ സെറ്റപ്പിലുള്ള ക്യാമറ, അതിലും കിടിലനായിട്ടുള്ള ഒരു UI എക്സ്പീരിയൻസ് എല്ലാം നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഫോണിനെ പറ്റി മറ്റാരും പറഞ്ഞു തരാത്ത ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ ഒരു ഫോണിൻ്റെ ബോക്സിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് ഇന്ത്യ സിം ഓൺലി എന്ന് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് മനസ്സിലായോ? ഈ ഒരു ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ റെക്കമെൻഡ് ചെയ്യുന്നത് ഇന്ത്യ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫോൺ ആദ്യം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ സിം ഇൻസേർട്ട് ചെയ്ത് ഇന്ത്യൻ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഓണായി വന്നതിന് ശേഷം ഈ ഒരു ഫോണിൽ നമുക്ക് ഇൻ്റർനാഷണൽ സിം ഇട്ട് വേറെ രാജ്യത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്നാൽ ഈ ഒരു ഫോൺ നിങ്ങൾ വിദേശത്ത് വെച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഫോൺ അബദ്ധവശാൽ ഫോർമാറ്റ് ആവുകയോ അതുപോലെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഈ ഫോൺ ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് ഇന്ത്യൻ സിം ഇട്ട് ഇന്ത്യൻ നെറ്റ്വർക്കിന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഫോൺ തുടർന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണുമായിട്ട് നിങ്ങൾ വിദേശത്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ വെച്ച് ഈ ഒരു ഫോൺ ഫോർമാറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ഫോണിൻ്റെ 1 month യൂസ്ഡ് റിവ്യൂ, അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമുള്ള റിവ്യൂ, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, ലോങ് ടേം റിവ്യൂ പോലെയുള്ള എല്ലാ വീഡിയോസും നമ്മളെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെ ആരും പറഞ്ഞു തരാത്ത അറിവുകൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ദ ചാനൽ.